ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ അതിർത്തി സുരക്ഷയെക്കുറിച്ച് നിർണായകമായ ഉന്നതതല ചർച്ചകൾ നടക്കുന്നതിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കുന്നതിന് തയ്യാറായി ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി പാർട്ടി നേതാക്കൾ രംഗത്ത്. അനധികൃതമായി ഇന്ത്യയിലേക്ക് കുടിയേറിയ ബംഗ്ലാദേശികളെ തിരിച്ച് നാട്ടിലേക്ക് അയക്കുന്നതും നുഴഞ്ഞുകയറ്റക്കാരെ വെടിവെക്കുന്നതും ഇന്ത്യ നിർത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള 11 കക്ഷി സഖ്യം ഇന്ത്യൻ അതിർത്തിയിലേക്ക് മാർച്ചും പ്രതിഷേധ റാലികളും സംഘടിപ്പിച്ചു. ഇതിന് പിന്നാലെ ജൂൺ 15-ന് തലസ്ഥാനമായ ധാക്കയിൽ വൻ ജനകീയ പ്രകടനവും ഇവർ സംഘടിപ്പിക്കുന്നുണ്ട്. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട വിദ്യാർത്ഥി സംഘടനയായ നാഷണൽ സിറ്റിസൺ പാർട്ടി ഇന്ത്യൻ അതിർത്തിയിൽ ബംഗ്ലാദേശി പൗരന്മാരെ അണിനിരത്തി മനുഷ്യമതിൽ തീർക്കാനും ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ബംഗാളിൽ സുവേന്ദു അധികാരി അധികാരമേറ്റപ്പോൾ ഇന്ത്യൻ ഭരണകൂടത്തെയും ബംഗ്ലാദേശിലേതുപോലെ അട്ടിമറിക്കണമെന്നും ഇവർ ആഹ്വാനം ചെയ്തിരുന്നു. ഇന്ത്യയിലെ നിലവിലെ BJP ഭരണത്തെ അട്ടിമറിക്കണമെന്ന ആവശ്യവുമായി ബംഗ്ലാദേശിലെ മുസ്ലിം മതപണ്ഡിതന്മാർ പലയിടത്തും പ്രഭാഷണങ്ങൾ നടത്തുന്നുമുണ്ട്. ബംഗ്ലാദേശിൽ അധികാരത്തിലുള്ള പ്രധാനമന്ത്രി താരിഖ് റഹ്മാന്റെ BNP സർക്കാരിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിനെ ഉപയോഗിച്ച് ആളുകളെ ബംഗ്ലാദേശിലേക്ക് ബലമായി തള്ളിവിടാൻ ശ്രമിക്കുകയാണെന്നാണ് ജമാഅത്തെ ഇസ്ലാമി കോർഡിനേറ്ററും മുൻ MPയുമായ AHM ഹമീദ് റഹ്മാൻ ആസാദ് ധാക്കയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിക്കുന്നത്. കഴിഞ്ഞ 3 മാസത്തിനിടെ അതിർത്തിയിൽ ഇത്തരത്തിലുള്ള 50-ലധികം സംഭവങ്ങൾ ഉണ്ടായതായും 2479 പേരെ ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് കടത്തിവിടാൻ ശ്രമിച്ചതായും ആസാദ് അവകാശപ്പെടുന്നു. BSFന്റെ വെടിയേറ്റ് 19 ബംഗ്ലാദേശികൾ കൊല്ലപ്പെടുകയും 24 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ജമാഅത്തെ ആരോപിക്കുന്നു. സർക്കാർ ഇന്ത്യയോട് മൃദു സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും ഇദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് പുറമെ ബംഗ്ലാദേശ് ഖിലാഫത്ത് മുസ്ലിം, അമർ ബംഗ്ലാദേശ് പാർട്ടി, നിസാമെ ഇസ്ലാം പാർട്ടി തുടങ്ങിയ പ്രമുഖ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളാണ് ഈ പ്രക്ഷോഭത്തിന് പിന്നിലുള്ളത്. എന്നാൽ ഇന്ത്യ ഈ ആരോപണങ്ങളെയെല്ലാം തള്ളിയിരിക്കുകയാണ്. തങ്ങൾ ആരെയും ബലമായ അതിർത്തിയിലേക്ക് കടത്തുന്നില്ലെന്നും ഇന്ത്യയിൽ നിയമവിരുദ്ധമായി താമസിക്കുന്ന വിദേശ പൗരന്മാരെ നിലവിലുള്ള നിയമപരമായ നടപടിക്രമങ്ങളും ഉഭയകക്ഷി കരാറുകളും പാലിച്ച് കൃത്യമായ രേഖാപരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് തിരിച്ചയക്കുന്നതെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി.